ഒരു തൂപ്പുകാരനാണ് ലോകത്തിലെ ഏറ്റവും നല്ല തൂപ്പുകാരനാണ് ശ്രമിക്കുക. ഒരു ഡോക്ടറാണ് ഏറ്റവും നല്ല ഡോക്ടറാണ് ശ്രമിക്കുക. ആ ഒരു വാചകം എനിക്ക് ശരിക്കും ഒരുപാട് ഞാൻ ഇൻസ്പയർഡായ ഒരു വാചകമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. നമസ്കാരം, ഞാൻ ദിനേശ് കുമാർ, കാഞ്ഞിരപ്പള്ളി ജനറൽ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം നിലവിൽ ഒരു 9 വർഷമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 2009 ജനുവരി 14 ജോലിയിൽ കയറുന്നത്. ആദ്യമായി ജോലി കയറിയത് കൂട്ടിക്കൽ CHCയിലാണ്. അതിനുശേഷം ഞാൻ പാമ്പാടിയിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. അതിനുശേഷം വീണ്ടും കാഞ്ഞിരപ്പള്ളി, വീണ്ടും അതിനുശേഷം ചങ്ങനാശ്ശേരിക്ക് പോകണു, വീണ്ടും തിരിച്ച് ഞാൻ കാഞ്ഞിരപ്പള്ളിയിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു 9 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ജോലി ചെയ്തതിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടിയ ഒരു ഹോസ്പിറ്റൽ കാഞ്ഞിരപ്പള്ളി ജനറൽ ഹോസ്പിറ്റലാണെന്ന് തന്നെ പറയാം. പിന്നെ ഇത്രയും കാലത്തെ സർവീസിനിടയ്ക്ക് ഒരുപാട് സന്തോഷകരമായും ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അത് കൂടെ ജോലി ചെയ്തിരുന്നുള്ള വളരെ നല്ല അനുഭവങ്ങളാണ് എനിക്കിതുവരെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ മെയ് മാസം 31 ഞാൻ പെൻഷനാകുകയാണ്. ജീവിതത്തിൽ ഇത്രയും കാലം സർവീസിനിടയ്ക്ക് അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരുപാട് നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ പല സ്ഥലങ്ങളെങ്കിലും ഓർമ്മയിൽ പല കാര്യങ്ങളുണ്ട്. കാഞ്ഞിരപ്പള്ളി ജനറൽ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം തന്നെ ഞാൻ പറയാം, ഒരു കോവിഡ് കാലത്ത് ഒരു ഗർഭിണിയായ ഒരു കോവിഡ് പോസിറ്റീവായ ഒരു സ്ത്രീയെ കൊണ്ട് ഞാൻ കോട്ടയം ജനറൽ ഹോസ്പിറ്റൽ, കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടാക്കുകയും അത് കുറേ ആൾക്കാരിൽ നല്ല ഒരുപാട് അഭിനന്ദന പ്രവാഹങ്ങളുണ്ടാക്കി, കുറേ സ്വീകരണങ്ങളും കാര്യങ്ങളും കിട്ടി. അതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. പിന്നെ 2021 ഉണ്ടായ പ്രളയത്തിലുണ്ടായ കുറേ മൃതശരീരങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മോർച്ചറി കൊണ്ടുവയ്ക്കുകയും അത് കാല് ഏത് കൈ ഏത് തല ഏതെന്ന് തിരിച്ചറിയാൻ മേലാത്ത വിധത്തിൽ ചാക്കിനകത്ത് കെട്ടിക്കൊണ്ടുവന്നത്, ആംബുലൻസ് കയറ്റി ഞാനും കൂടെയാണ് കൂട്ടിക്കുന്നത് എടുത്തുകൊണ്ട് വരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് ആ കാലും കൈയും തലയും എല്ലാം വെച്ച് പിടിപ്പിച്ചുണ്ടായ ഒരു അനുഭവം, അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് അതൊന്നും ഒരിക്കലും സർവീസിലെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളാണ് എനിക്കുണ്ടായത് കാഞ്ഞിരപ്പള്ളി ജനറൽ ഹോസ്പിറ്റലിനെ കുറിച്ച് ഓർക്കുമ്പോൾ. എന്നെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാ നല്ലവരായ ആൾക്കാർക്കും ഒരുപാട് സ്നേഹം, സന്തോഷം എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഒത്തിരി നന്ദി ഞാൻ പറയുന്നു കൂടെ ജോലി ചെയ്ത എല്ലാവർക്കും. ഏതാണ്ടൊരു 5 വർഷത്തോളം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിനുശേഷം കൂടുതലും കാഷ്വാലിറ്റി തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ കാഷ്വാലിറ്റിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി സന്തോഷം. പിന്നെ എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്, എനിക്ക് വീട്ടിൽ എൻ്റെ കൂടെ അമ്മയുണ്ട്, പിന്നെ ഭാര്യ, 3 മക്കളാണ്. അതിൽ മൂത്തത് മോനാണ്, ഇളയ 2 പെൺകുട്ടികൾ. മോൻ വിവാഹം കഴിച്ചു, അവന് ഇറ്റലി ജോലി ചെയ്യുന്നു. മോൻ്റെ ഭാര്യ അവൾ മുണ്ടക്കയത്ത് പഞ്ചായത്ത് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഇളയ 2 പെൺകുട്ടികളാണ്. അതിൽ മൂത്തയാൾ ലണ്ടനിലാണ്, അവൾ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ആൾ +2 കഴിഞ്ഞ് ഇപ്പോൾ ഡിഗ്രി പ്രവേശനത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നെനിക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ കൂട്ടിക്കൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡോക്ടർ ചെറിയാനുണ്ടായിരുന്നു. ചെറിയാൻ സാറെന്ന് പറഞ്ഞാൽ ഏറ്റവും ജനകീയനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് അത് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അന്ന് അദ്ദേഹം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ എന്താ പറഞ്ഞപ്പോൾ പറഞ്ഞ്, ഒരു തൂപ്പുകാരനാണ് ലോകത്തിലെ ഏറ്റവും നല്ല തൂപ്പുകാരനാണ് ശ്രമിക്കുക. ഒരു ഡോക്ടറാണ് ഏറ്റവും നല്ല ഡോക്ടറാണ് ശ്രമിക്കുക. ആ ഒരു വാചകം എനിക്ക് ശരിക്കും ഒരുപാട് ഞാൻ ഇൻസ്പയർഡായ ഒരു വാചകമാണ് അദ്ദേഹം അന്ന് പറഞ്ഞ്. സർവീസിൽ കയറിയ കാലത്ത് ഒരു ഫ്രണ്ട്ലി ടോക്കിൽ പുള്ളി പറഞ്ഞതാണ്. ആ ഒരു വാചകം ഞാൻ ഈ ജീവിതത്തിൽ ഇന്ന് വരെയും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ പ്രവൃത്തിയിൽ വരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതായത് നമ്മൾ ഒരു ജോലി ചെയ്താൽ ഏറ്റവും നന്നായിട്ട് മികച്ച രീതിയിൽ നല്ല രീതിയിൽ അതിനെ പഠിച്ച് കാര്യങ്ങൾ ചെയ്യുക. എന്തൊരു കാര്യവും നമ്മൾ തെറ്റായ രീതിയിൽ പഠിക്കാതെ നല്ല രീതിയിൽ പഠിച്ച് ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ഒരു ജോലിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളത്. ഒന്നാമത് കൃത്യമായ ഡ്യൂട്ടി ടൈം, അതൊരു പങ്ക്ച്വാലിറ്റി എന്ന് പറയുക. ഡ്യൂട്ടി കൃത്യമായി സമയം വരിക. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു 75% ജോലി, എല്ലാവരും കൊണ്ടും എല്ലാം ചെയ്യാൻ പറ്റുന്ന വരികയില്ല, എങ്കിൽ ഒരു 75% ജോലിയെങ്കിലും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്താൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്രയും സ്റ്റാഫുകളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജോലി കൃത്യമായി ചെയ്താൽ എൻ്റെ ജോലി മറ്റൊരാൾ ചെയ്യാനോ ഞാൻ മറ്റൊരാളുടെ ജോലി ചെയ്യാനോ പോകേണ്ട കാര്യമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പോളിസി എന്ന് പറയുന്നത്. എൻ്റെ ജോലികൾ ഞാൻ കൃത്യമായി ചെയ്യുക, മറ്റൊരാളുടെ ജോലി അയാൾ കൃത്യമായിട്ട് ചെയ്യുക. അതിനുള്ള എല്ലാ സ്റ്റാഫുകളെയും നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. അങ്ങനെ ആ ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്താൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ മാറും എന്നുള്ളതാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നല്ല, ജീവിതത്തിലൊന്നും പ്രാവർത്തികമാക്കേണ്ട ഒരു ഇതാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പങ്ക്ച്വാലിറ്റി എന്ത് കാര്യത്തിലും ഡ്യൂട്ടി കൃത്യമായി വരിക. മറ്റൊരാൾ താമസിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമ്മൾ താമസിക്കുമ്പോൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാതിരിക്കുക. നമ്മൾ കൃത്യമായി നമ്മുടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ശമ്പളം മേടിക്കുന്നുണ്ട്, നമ്മളതിന് ജോലി ചെയ്യുക. ഇത്രയാണ് എനിക്ക് മറ്റുള്ളവർ പറയാനുള്ളൊരു
ഉദ്ദേശം. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു 90 ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ്. വാഴൂർ NSS കോളേജിലാണ് ഡിഗ്രി കഴിഞ്ഞത്. അതിനുശേഷം കുറച്ചാൾ ഞാനൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ഒരു കോഴ്സ് പഠിച്ചു. അതിനുശേഷം ഞാനൊരു 10-15 വർഷത്തോളം ഞാൻ ഹോട്ടൽ ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഞാൻ ട്രിവാൻഡ്രത്താണ് കൂടുതലായിട്ടും ജോലി ചെയ്തിരുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ പെൻഷനായാലും ഒരു ചെറിയ രീതിയിലുള്ളൊരു കാറ്ററിംഗ് പോലെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം, എന്തെങ്കിലും നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സമയമായിട്ടില്ല എന്ന് എനിക്കറിയാം. വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എപ്പോഴും എന്തെങ്കിലും ആക്റ്റീവായിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ പെൻഷനായാൽ ഇതിൽ കൂടുതൽ കുറച്ചുകൂടെ ഇൻവോൾവ് ആകണം എന്തിലേക്കെങ്കിലും, അങ്ങനെ ഞാൻ കരുതുന്നു. അപ്പോൾ ആ ഒരു ഫീൽഡ് എന്തെങ്കിലും മാറണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും കാലവും എനിക്കിവിടെ വർക്ക് ചെയ്തിരുന്നതിൽ നിന്ന് എനിക്ക് തന്ന എല്ലാവിധ സന്തോഷങ്ങൾ, മീൻസ് എന്താ, എനിക്ക് വർക്ക് ചെയ്യാനുണ്ടായ സാഹചര്യങ്ങളിൽ ഈ ഹോസ്പിറ്റലിൽ ഒരുക്കി തന്ന നമ്മുടെ സൂപ്രണ്ട് സാവൻ മാഡം, പിന്നെ അതിന് മുമ്പുള്ള എടുത്തു പറയത്തക്ക ഒരാളാണ് നമ്മുടെ ബാബു സുഭാഷൻ സാറ്. പിന്നെ നമ്മുടെ ഇപ്പോഴുള്ള ഇതിനു മുമ്പുണ്ടായ നമ്മുടെ രേഖശാലിനി മാഡം, പിന്നെ നമ്മുടെ ശാന്തി മാഡം തുടങ്ങിയവരെല്ലാം കൂടെ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴുള്ള RMO കൃഷ്ണകുമാർ സാറ്, നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീരേഖ മാഡം, പിന്നെ നമ്മുടെ ഹെഡ് നേഴ്സുമാരായിട്ടുള്ള എല്ലാവരോടും, പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്ത എല്ലാ സഹപ്രവർത്തകരോടും എനിക്ക് തന്ന എല്ലാ സഹകരണങ്ങൾക്കും, എനിക്കിതുവരെ നല്ല രീതിയിൽ എൻ്റെ ജോലിയിൽ മുമ്പോട്ട് പോകാൻ എനിക്കുണ്ടായ അവസരങ്ങൾ ഒരുക്കി തന്ന ഈ ഹോസ്പിറ്റലിലെ എല്ലാ നല്ലവരായ എൻ്റെ സഹപ്രവർത്തകരോടും ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.